എടാ നിങ്ങൾ ക്ലാസ് ഏതാണ്? ഞങ്ങൾ 9th B വെള്ളാർമല സ്കൂൾ അല്ലേ? വെള്ളാർമല അല്ലേ എല്ലാവരും അല്ലേ? ഇനിയിപ്പോൾ പുതിയ സ്കൂളായി, ക്ലാസ്സായി, സെറ്റപ്പൊക്കെ മാറി അല്ലേ? എന്തായിരിക്കും എന്താ ഒരു അടിപൊളിയാണ് ഞങ്ങൾ. പക്ഷേ പണ്ടത്തെ ഞങ്ങളെ സ്കൂളിൻ്റെ ഒരു ഇത് ഇവിടെ കിട്ടി, ഫീൽ അങ്ങോട്ട്. ഞങ്ങളെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങളെ സൈഡിൽ കൂടെ പുഴ ഒഴുകിയിട്ടും ഞങ്ങളവിടെ ഫുഡ് വരെ കഴിക്കാൻ പോകുന്ന ആ പുഴയിലായിരുന്നു. ഞങ്ങൾ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ സ്കൂൾക്ക് വരുമ്പോൾ അത്ര ഇതൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്കൊരു പുതിയ സ്കൂള് സാറ് തന്നതിൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഇത്രയും ദിവസമേ ഇപ്പം നിങ്ങൾ ക്യാമ്പിലൊക്കെ പോയിണ്ടാവില്ല? ആദ്യം ക്യാമ്പിൽ വാ ഇവിടെ മസിൽ പിടിച്ചെങ്കിലടാ. അപ്പം ഈ ക്യാമ്പിലൊക്കെ പോയി അന്നൊന്നും യൂണിഫോം ഇട്ട് സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. ഇപ്പോഴും നിങ്ങളുടെ സ്കൂൾ പൂർണ്ണമായിട്ടും റെഡി ആയിട്ടില്ല, എന്നാലും താൽക്കാലികമായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം. അപ്പോൾ പുതിയ സ്കൂളിലേക്ക് വന്നപ്പോൾ ഈ ടോട്ടലൊരു അന്തരീക്ഷം ഇഷ്ടം? അന്തരീക്ഷം കുഴപ്പമില്ല. ഞങ്ങൾക്ക് പുതിയൊരു സ്കൂൾ അതേപോലെ വേണമെന്നാണ് ആഗ്രഹം. നിങ്ങളുടെ ക്ലാസ് എവിടെയാണ്? കേട്ടോ കണ്ടുപിടിച്ചോ? ഇവിടെ ഇവിടെയാണ്. അപ്പം നമുക്ക് ആ ക്ലാസ്സിലൊക്കെ ഒന്ന് പോയിട്ട് വന്നാലോ? കൂട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് 9B ഒന്ന് കാണാം അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ 9B അല്ലേ? 9B എടാ നിറയെ ബാഗും കാര്യങ്ങളൊക്കെ ആണല്ലോ. ബാഗ് നിങ്ങൾക്ക് വേണ്ട പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ ഓരോരുത്തർക്കായിട്ടൊക്കെ അധ്യാപകരിങ്ങനെ എടുത്തു തരുമായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ ബാഗും ഇതൊക്കെ പോയായിരുന്നു, നഷ്ടപ്പെട്ടായിരുന്നു. എല്ലാവരുടെയും പോയിട്ടുണ്ടോ? ആരുടെയൊക്കെ വീടുകളൊക്കെ പൂർണ്ണമായിട്ടും പോയ ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ? വീട് പോയി. പുസ്തകങ്ങളൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. വീട് പോയാൽ പിന്നെന്ത് പുസ്തകം അല്ലേ? പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പുസ്തകങ്ങളൊക്കെ ആയിട്ട് സെറ്റാവും. വാ എന്തായാലും നമുക്ക് മൊത്തമൊന്ന് കയറി കാണാം. നിങ്ങൾ വന്ന് ഇരുന്നാൽ ചിലപ്പോൾ ഈ ക്ലാസ്സിനൊരു സൗന്ദര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് ഇരുന്ന് നോക്കിയാലോ? എടാ നിങ്ങളേ സ്കൂളിൽ നേരത്തെ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഇരിക്കാറുള്ളത്? ഇങ്ങനെ തിങ്ങിയിട്ടാണ് ഇരിക്കുക? അല്ലല്ല, ഓരോരുത്തരായിട്ട് ഇങ്ങനെ മൂന്ന് പേരായിട്ട് ഇരിക്കുക. ഇത് VS രഞ്ജിത്ത്, ഞങ്ങൾ കൊളീഗ്സാണ്. ഇവർ ഭയങ്കര വീടുകാർ, ഒരു രക്ഷയില്ല. ഇവർ പറഞ്ഞു ഞാൻ അവരോട് ചോദിക്കായിരുന്നേ അവരുടെ പഴയ സ്കൂളിലും ഇങ്ങനെയാണോ ഇരിക്കാന്നൊക്കെ ചോദിക്കായിരുന്നത്. അപ്പോൾ അവർക്ക് ഒറ്റ വിഷമേ ഉള്ളൂ, അവർക്ക് ആ പുന്നപ്പുഴ പോയാലൊരു വിഷമമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പക്ഷേ ക്ലാസ് റൂം ഇങ്ങനെ കിട്ടിയതിൽ സന്തോഷവും. ഓക്കെ, ഇനി വേറെ സ്കൂളിലേക്ക് നിങ്ങൾ മാറും, സ്വാഭാവികമായിട്ടും വേറെ സ്കൂളിൽ ഇതുപോലൊരു സ്കൂളിൽ നിങ്ങൾക്ക് ഉണ്ടായി വരും അല്ലേ? നമുക്ക് ആ പുന്നപ്പുഴയുടെ തീരത്ത് പോയി ഇരുന്ന പോലെ ഒരു പാട്ട് പാടിയാലോ? അത് നല്ല നീക്കായിരിക്കും. ആരതിൽ നല്ല പാട്ടുകാരുണ്ടെന്ന് നമ്മൾ കേട്ടായിരുന്നു. ആരതിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ആരാളെ പേര്? അത് എനിക്ക് 2 വരി അറിയുള്ളൂ. 2 വരി അറിയുള്ളൂ? നിന്നെ കണ്ടറിയാം, നിനക്ക് 4 വരി അറിയാം. എനിക്ക് 2 വരി അറിയുള്ളൂ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. അടിപൊളി. എന്നിട്ട് 2 വരിയാണെങ്കിലും 4 വരിയൊക്കെ അത് പാടിയിട്ടുണ്ട്. അപ്പം നമ്മളിന്നിപ്പം പുനഃപ്രവേശനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഓരോരുത്തർക്കും ബാഗുകൾ കിട്ടി, പുസ്തകങ്ങൾ കിട്ടി അല്ലേ? ഇനിയും കുട്ടികൾ ക്ലാസ്സിലേക്ക് വരാണ്ടല്ലോ കുറേ പേര്. എത്ര പേരുണ്ടായിരുന്നു നേരത്തെ നിങ്ങളുടെ ക്ലാസ്സിൽ? 29-30 പേരുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനിയും ബാക്കിയുള്ള സീറ്റുകളൊക്കെ ഫില്ലാവാനുണ്ട്. അപ്പോൾ ഫുൾ ഓളത്തിലേക്ക് വരും. എല്ലാവരും എത്തുമോ? എല്ലാവരും ഉണ്ട്. 30 പേരുണ്ടോ? 28 പേരേ ഉള്ളൂ. പിന്നെ ഒരാൾ TC വാങ്ങി പോയി. ഓക്കെ, നമുക്ക് നഷ്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ നഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്താവണം? നന്നായിട്ട് പഠിക്കണം എൻ്റെ പൊന്നനിയന്മാരെ. അപ്പോൾ ഗംഭീരമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിൽ നമുക്കുണ്ടല്ലേ? അത് ഗംഭീരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലൊക്കെ പ്രതീക്ഷിച്ച് പുലർത്തുന്ന കുറേ ആളുകൾ എവിടെയുണ്ട്? അച്ഛനും അമ്മയും. അതിനപ്പുറത്ത് ഈ നാടൊന്നടങ്ങുണ്ട് അല്ലേ? തോന്നിയിട്ടില്ലേ അങ്ങനെ? അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ബാക്കി എല്ലാവരും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറുകളിൽ ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ച് പഠിച്ച് മുന്നേറാൻ പറ്റൂലേ? ഒന്നും ഉറക്കെ പറയണം. അത്രേ ഉള്ളൂ. അപ്പം 9Bയിലാണുള്ളത്, വെള്ളാർമല സ്കൂളിലാണുള്ളത്. ഈ ഒരു ബെഞ്ചിൽ ഇവരുടെ പിന്നാമ്പുറത്ത് ഇങ്ങനെ ഇരിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ ഒരു ഘട്ടത്തിലും വേണ്ടത് ഇവർക്ക് പിന്തുണയാണ്, അവർക്ക് ഊർജം നൽകലാണ്. അത് എല്ലാ അർത്ഥത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.